നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 21 വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200 ആണ്ട് മീനമാസം 7 വെള്ളിയാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ഫാൽഗുന മാസം 30 വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാത കിരണങ്ങളുമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചുയരുന്നതിന് വേണ്ടി എത്തിച്ചേരുന്ന സമയം വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:29 അഥവാ സൂര്യൻ ഉദിക്കുന്ന സമയം 6:29 തിരുവനന്തപുരത്ത് പ്രത്യക്ഷമാകുന്ന സമയമാണ് 6:29. സൂര്യദേവൻ തൻ്റെ പ്രഭാത കിരണങ്ങൾ കൊണ്ട് ഈ പ്രകൃതിയെയും ജീവജാലങ്ങളെയും സസ്യജാലങ്ങളെയും മനുഷ്യരെയും എല്ലാം അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഈ കൊച്ചു കേരളത്തെ വരെ അനുഗ്രഹിച്ച് ആശീർവദിച്ചതിന് ശേഷം സപ്തമി തിഥിയിൽ കൂടിയാണ് പിന്നീട് യാത്ര ചെയ്യുന്നത്. തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളം ലക്ഷ്യമാക്കി സൂര്യദേവൻ യാത്ര ചെയ്തു. വൈകുന്നേരം 6:29 തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ അസ്തമിക്കുന്നു. തുടർന്ന് ചന്ദ്രൻ രാത്രിയുമായിട്ട് കടന്നു വരുന്നു. വലിയ നിലാവുള്ള രാത്രിയൊന്നും സമ്മാനിക്കുവാൻ ഇനി ചന്ദ്രനെ കൊണ്ട് കഴിയത്തില്ല. ചന്ദ്രന് പക്ഷബലമില്ലാതെ ചന്ദ്രനും വന്നു ചേരുന്നു. അങ്ങനെ വെള്ളിയാഴ്ച ദിവസം ഒരു പകലും രാത്രിയുമായിട്ട് അവസാനിക്കുന്നു. ഈ വെള്ളിയാഴ്ച ദിവസം രാവിലെ തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ ഉദിച്ചു വരുമ്പോൾ പ്രത്യക്ഷമാകുന്ന നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രപ്രകാരമാണ് 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക. പ്രിയമുള്ളവരെ, ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ. ഈ തിരുവനന്തപുരത്ത് 6:29 സൂര്യോദയം കാണുമ്പോൾ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് അങ്ങോട്ടൊക്കെ 5-6 മിനിറ്റൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഉദയസമയം അസ്തമയ സമയമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സൂര്യദേവനോടൊപ്പം പ്രത്യക്ഷമാകുന്ന നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളാണ് 27 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വെള്ളിയാഴ്ച ദിവസം വന്നു ചേരുക. അതിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ച് ആദ്യം പറഞ്ഞുതരാം. തൃക്കേട്ട നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഉത്രട്ടാതി, രേവതി, മകം, ആയില്യം, അനിഴം, ചോതി, അത്തം എന്നീ 7 നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അതേസമയം തൃക്കേട്ട നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക, വിശാഖം, ചിത്തിര, ഉത്രം. ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാം. സൂക്ഷിക്കണം. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരാം. ഒരുപക്ഷെ നിങ്ങളുടെ പ്രായമൊന്നും മാനിക്കാതെ നിങ്ങളോട് മോശമായി സംസാരിക്കുക. നിങ്ങൾ എത്ര നല്ല പ്രവൃത്തികൾ ചെയ്താലും നിങ്ങളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യും. നിങ്ങൾ ഉപകാരം ചെയ്താൽ പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങളെ തേടി വരും. ആപത്താകട്ടെ, അനർത്ഥമാകട്ടെ, ധനനഷ്ടമാകട്ടെ, സ്നേഹക്കുറവാകട്ടെ, മറ്റുള്ളവരുടെ നിന്ദയാകട്ടെ, പരിഹാസമാകട്ടെ, അപമാനമാകട്ടെ, എന്തെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. കാരണം നമ്മളറിയും അല്ലെങ്കിൽ നമുക്കറിയാം എന്താണ്, ആരെങ്കിലും നമ്മളെ അകാരണമായി നിന്ദിച്ചാലോ പരിഹസിച്ചാലോ ഇന്നെൻ്റെ ദിവസം മോശമാണ്, അതുകൊണ്ടാണ് അയാൾ എന്നോട് അങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടിക്കയറി അയാളോട് പ്രതികരിക്കാൻ പോകത്തില്ല. നമ്മൾ ഒതുങ്ങി അങ്ങ് വീട്ടിൽ പോരും. പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതെ നമ്മൾ ഒതുങ്ങി ഇനി വീട്ടിൽ പോരും. അങ്ങനെയാണ് ഒട്ടുമിക്ക ആൾക്കാരുടെയും ജീവിതത്തിൽ. ഈ അറിവില്ലായ്മ കൊണ്ടാണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. ആരെങ്കിലും മോശമായിട്ട് നമ്മളെ ഒന്ന് കമൻ്റ് അടിച്ചാൽ, കളിയാക്കിയാൽ നമ്മൾ ചാടി വീഴും, പ്രശ്നമാകും, പിന്നെ വലിയൊരു പ്രശ്നത്തിൽ എത്തിച്ചേരും. നമ്മുടെ ജീവിതം കട്ടപ്പോകാം. അറിവില്ലാത്തവനും വിവരമില്ലാത്തവനും പലതും പറഞ്ഞെന്നൊക്കെ ഇരിക്കും. അതപ്പോൾ അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കുക, ഇന്നത്തെ ദിവസം എനിക്ക് അനുകൂലമല്ല. ചിലപ്പോൾ നിങ്ങളുടെ പ്രായത്തെ മാനിക്കാതെ അവൻ എടാ പോടാന്നൊക്കെ വിളിച്ചിരിക്കും. അത് അവൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് നിങ്ങളങ്ങ് വിചാരിക്കണം. അത് കളക്ടറായാലും IPSകാരനായാലും IASകാരനാണ് ഉദ്യോഗസ്ഥനായാലും ഒരു ലോക്കൽ പോലും ഈ ഉയർന്ന ഉദ്യോഗസ്ഥനെ കയറി എന്ത് വിളിക്കും, എടോ പോടോ എന്നൊക്കെ വിളിക്കും. സമൂഹം അങ്ങനെയാണ്. അപ്പോൾ പ്രതികൂലമായ ദിവസങ്ങളിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക. അത് നമ്മളതിനെ അതേ രീതിയിൽ കണ്ട് അങ്ങ് വലിയ കാര്യം കൊടുക്കാതെ, ബലം കൊടുക്കാതെ അങ്ങ് മാറുക. അന്നത്തെ ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ. പിറ്റേ ദിവസം നമുക്ക് അനുകൂലമായ ദിവസമായിരിക്കും. ഈ വിളിച്ചവൻ നമ്മളെ പിറ്റേ ദിവസം നമ്മളെ സാറേന്ന് കയറി വിളിക്കും. അങ്ങനെയൊക്കെയാണ് പ്രകൃതി. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ജീവിക്കുക. അപ്പോൾ ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും ഈ വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. വെള്ളിയാഴ്ച ദിവസം രാവിലെ 6
29 മിനിറ്റ് മുതൽ 7 മണി 59 മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 9 മണി 29 മിനിറ്റ് മുതൽ 10 മണി 59 മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 11 മണി 36 മിനിറ്റ് മുതൽ 2 മണി 29 മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 3 മണി 29 മിനിറ്റ് മുതൽ 5 മണി 29 മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയമൊക്കെ നോക്കി ശുഭകാര്യങ്ങൾ ചെയ്യുക, തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. ഇനിയും സംഖ്യാശാസ്ത്രം ചിന്തിക്കാം. സംഖ്യാശാസ്ത്രം ചിന്തിക്കുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 21 ഒറ്റസംഖ്യയാക്കുമ്പോൾ 3 വരും. അപ്പോൾ ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ CGLS എന്നീ അക്ഷരങ്ങളുള്ളവർ ധരിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഉത്കൃഷ്ടമായ ഉത്തമമായ അനുഭവങ്ങൾ അവരെ തേടി വരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മോശമാകട്ടെ നല്ലതാകട്ടെ നിങ്ങൾ ഇഷ്ടം പോലെ കമൻറ്റ് ചെയ്യുക. എങ്കിലും പ്രായത്തെ ബഹുമാനിച്ച് വേണം കമൻറ്റ് ചെയ്യുവാൻ എന്നുള്ള കാര്യം കൂടി ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത കാര്യം ചിന്തിക്കാം. അടുത്ത കാര്യം ഇനി എന്താണ് ചിന്തിക്കാൻ പോകുന്നത്? ധനപരമായ നേട്ടമുള്ള നാളുകാരെക്കുറിച്ചാണ്. തൃക്കേട്ട നക്ഷത്രപ്രകാരം ധനപരമുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കാം. ഈ വെള്ളിയാഴ്ച ദിവസം തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, കേട്ട, അനിഴം, ഉത്രാടം, ചതയം, രേവതി, കാർത്തിക ഇത്രയും നാളുകാർക്ക് ധനം വന്നുചേരുന്ന ദിവസമാണ്. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ധനപരമായ വിഷയങ്ങൾ ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. കൊടുത്തുവാങ്ങൽ അനുകൂലമായ ദിവസമാണ്. കടം മേടിച്ചാൽ പോലും തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ദിവസമാണ്. അങ്ങനെയുള്ള നേട്ടങ്ങൾ ഈ ജാതകരെ തേടി വരുന്നൊരു ദിവസമാണ്. ഏതൊക്കെ നാളുകാരാണ്? തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, കേട്ട, അനിഴം, ഉത്രാടം, ചതയം, രേവതി, കാർത്തിക ഇത്രയും നാളുകാരുടെ ജീവിതത്തിലാണ് വെള്ളിയാഴ്ച ദിവസം ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ലോട്ടറി ഭാഗ്യം വന്നു ചേരാൻ സാധ്യതയുള്ള നാളുകാരെ കൂടി പറഞ്ഞുതരാം. വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം, കാല, അനിഴം, കേട്ട നാളുകാർക്ക് അവരുടെ ഭാഗ്യാധിപൻ ജന്മഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് വ്യാഴം ചന്ദ്രനെ വീക്ഷിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. പിന്നെ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നത് കുംഭക്കൂറുകാർക്കാണ്. അവർക്കാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം, 2 പാദം, ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. മേടക്കൂറുകാർക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് ലോട്ടറി ഭാഗ്യം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ മീനക്കുറിൽപ്പെട്ട പൂർട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാർക്കും പ്രതീക്ഷിക്കാം. മകരക്കുറുകാർക്കും പ്രതീക്ഷിക്കാം. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, 2 പാദം നാളുകാർക്കും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകളായിട്ട് പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.